അനാട്ടമി വിഭാഗത്തിലെ ഡോക്ടർ ശ്രീകുമാർ സാറാണ്. അദ്ദേഹം വേദിയിലേക്ക് അഭ്യർത്ഥിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ശ്രീ അനിൽ ചിറ ക്ഷണിക്കുകയാണ്. നമസ്കാരം. നമ്മുടെ അടുത്ത സെക്ഷൻ ആരംഭിക്കുകയാണ്. സമ്മേളനത്തോട് അനുബന്ധിച്ച് അത് അവയവ ദാനവും മരണാനന്തര ശരീരദാനവും എന്ന വിഷയത്തിൽ ആണ് നമ്മൾ സെമിനാർ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിനായി മെഡിക്കൽ കോളേജിലെ അനാട്ടമി വിഭാഗം ഡോക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ അടുത്ത ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട 2-3 അവയവദാന വാർത്ത നമ്മൾ വായിക്കുകയുണ്ടായി. ഒന്ന്, കവടിയാർ സ്വദേശിയായ ഒരു രാജേഷ് 5 പേർക്ക് പുള്ളിയുടെ അവയവങ്ങൾ മരണശേഷം ദാനം ചെയ്തു. 53 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളായിരുന്നു. അത്തരം കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഞങ്ങൾ അതൊക്കെ കണ്ടുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് പ്രചോദനമാവുന്ന രീതിയിൽ ഞങ്ങൾ ഇത്തരം പ്രവൃത്തികൾ നേരത്തെ ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അവയവദാനത്തിന് സമ്മതപത്രമൊക്കെ എഴുതി വാങ്ങുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും പൊതുവെ നടക്കുന്നില്ല. നമ്മുടെ സമ്മേളനങ്ങളിൽ കഴിഞ്ഞ വർഷം നടന്ന സമ്മേളനത്തിലും അങ്ങനെ ഒരു ഫോം വിതരണമോ മറ്റോ ഒന്നും ഞാൻ കണ്ടില്ല. പക്ഷേ എന്തായാലും ഇപ്രാവശ്യം ആ ഒരു വിഷയം എടുക്കുകയും അതിനുവേണ്ടിയുള്ള അപേക്ഷാ ഫോം ഇവിടെ പ്രിന്റ് ചെയ്ത് വെക്കുകയും അത് വിതരണം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വളരെ വലിയ കാര്യമായി ഞാനത് കാണുന്നു. അതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ മറ്റൊരു വാർത്ത വായിക്കുന്നത്, ഈ മാസം തന്നെ ഏകദേശം 4-5ഓളം പേരുടെ മരണശേഷം 5ഓളം പേരുടെ അവയവങ്ങൾ ഏകദേശം 15 പേർക്കോളം ജീവൻ നീട്ടിക്കിട്ടാൻ ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത ദിവസം കവടിയാർ സ്വദേശി രാജേഷിന്റെ അവയവം ഇതുപോലെ വൃക്കകളും കരളും നേത്രപടലും ഒക്കെ ദാനം ചെയ്തു. അതുപോലെ തന്നെ അതിനുശേഷമാണ് ശബരിമല ദർശനം കഴിഞ്ഞു. അങ്ങനെയാണ് ഞാൻ വാർത്ത വായിച്ചത്. ശബരിമല ദർശനം കഴിഞ്ഞു വന്ന് നിലമേൽ വെച്ച് ഒരു അപകടമുണ്ടായിരുന്നു. വാഹനം കൂട്ടിയിടിച്ച അതിനകത്ത് മകനും അച്ഛനും ബന്ധുവും ഉൾപ്പെടെ 3 പേര് മരണപ്പെട്ടിട്ടുണ്ട്. ആ അപകടം നടന്ന സമയത്ത് നിലമേൽ വെച്ച് തൽക്ഷണം 2 പേര് മരണപ്പെട്ടു. അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടി മെഡിക്കൽ കോളേജ് ചികിത്സയിലായിരുന്നു. ആ ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ചു. അങ്ങനെ ആ കുട്ടിയുടെ അവയവങ്ങളും ദാനം ചെയ്തതായിട്ടാണ് അടുത്ത ദിവസം ഒരു വാർത്ത വന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ ആളുകൾ ഏറ്റെടുക്കുന്നു. നേരത്തെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ യുക്തിവാദികളും പുരോഗമന ചിന്താഗതിക്കാരും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ഒരു ജനകീയ വിഷയമായി, മാനുഷിക കാര്യമായി ഏറ്റെടുത്ത് എല്ലാ വിശ്വാസികളും ഒക്കെ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു വിവരം തന്നെയാണ്. അതിനുശേഷം നമ്മൾ അവസാനമായി ഞാൻ കണ്ട ഒരു വാർത്ത എന്ന് പറയുന്നത്, നേപ്പാൾ സ്വദേശിനിയായ ഒരു 22-കാരിക്ക് ഒരു കൊല്ലംകാരന്റെ ഹൃദയം മാറ്റിവെച്ച ഒരു വാർത്തയാണ് ഞാൻ അവസാനം. വളരെ സന്തോഷം തരുന്ന ഒരു വാർത്തയായിരുന്നു. അതിന്റെ പ്രധാന കാരണം ഈ മനുഷ്യ സ്നേഹവും മനുഷ്യ ജീവനും ഒക്കെ അതിർത്തി കൊണ്ട് വേർതിരിച്ചിടേണ്ടതല്ല. അത് ആർക്കാണ് അത് നൽകാൻ പറ്റുന്നത് അത് സന്തോഷപൂർവ്വം നൽകുകയാണ്, അവരുടെ ജീവൻ നീട്ടിക്കൊടുക്കുകയാണ് വേണ്ടത് എന്നുള്ള വലിയ സന്ദേശം അതിനകത്തുണ്ടായി. പക്ഷെ അത് അങ്ങനെ ദാനം ചെയ്യാൻ ഒത്തിരി കടമ്പകളൊക്കെ കടക്കേണ്ടി വന്നെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം എന്ന് വെച്ചാൽ ഈ അവയവദാനത്തിന്റെ ഈ അപേക്ഷ കിട്ടിയാൽ അത് സ്റ്റേറ്റ് ബേസിലും പ്രാദേശിക തലത്തിലും അതായത് രാജ്യതലത്തിലും, അതായത് സംസ്ഥാന തലത്തിലും രാജ്യതലത്തിലും ഒക്കെയുള്ള അപേക്ഷകൾ കഴിഞ്ഞ് മാത്രമേ പുറത്തുള്ള ഒരാൾക്ക് അത് അനുവദിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമ തടസ്സം അതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ നിയമ തടസ്സം ആക്കുന്നതിന് വേണ്ടി അവർ കോടതിയിൽ പോയി, അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ കോടതിയിൽ പോവുകയും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി വാങ്ങിയാണ് ആ കുട്ടിക്ക്, അപ്പോൾ ഒരു പെൺകുട്ടിയായിരുന്നു 22 വയസ്സുള്ള ആ കുട്ടിക്ക് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ കഴിഞ്ഞത്. അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ് ആ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. മരണപ്പെട്ട കൊല്ലത്തുള്ള ഒരാളായിരുന്നു. കൊല്ലത്തുള്ളൊരു ബിജു എന്നോ മറ്റോ പറയുന്ന ഒരു വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, 30 വയസ്സിന് താഴെയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തോ മറ്റോ ഏതോ ഹോട്ടൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അവയവമാണ്, ഹൃദയമാണ് ആ കുട്ടിക്ക്
ഈ നേപ്പാൾ സ്വദേശിയായ കുട്ടിക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞത്. അത് ഹൃദയം മാറ്റിവെച്ച് ബാക്കി 7ഓളം അവയവങ്ങൾ പലർക്കായിട്ട് മാറ്റിവെക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ഇത്തരം കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിലെല്ലാം മുന്നിൽ നിൽക്കേണ്ടത് പുരോഗമന ആശയങ്ങളും ഇത്തരം മാനുഷിക മൂല്യങ്ങളും ഒക്കെ മുഴുക്കെ പറയുന്ന, ജീവിതം മുഴുക്കെ പറയുന്ന നമ്മൾ, ഞാൻ പോലും ഇന്നിവിടെ വന്നിട്ടാണ് ആ ഫോം ഒപ്പിട്ടത് എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. ഞാനൊക്കെ എൻ്റെ ഒരു 20 വയസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് നമുക്ക് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന, മറ്റ് മനുഷ്യന് ഉപകാരപ്പെടുന്ന രീതിയിൽ ജീവിക്കണമെന്ന് 20 വയസ്സ് മുതൽ ആഗ്രഹിച്ചത്. എനിക്ക് ഇപ്പോൾ ഇന്ന് 50 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ഇപ്പോഴാണ് ആ കാര്യം ഇവിടെ ഫോം എഴുതി കൊടുക്കാൻ കഴിഞ്ഞത്. അതും ഒരു നഗ്ന സത്യമാണ്. അപ്പൊ നമ്മൾ വേണ്ട രീതിയിൽ ആളുകളിൽ ഇത് എത്തിക്കുന്നില്ല, എത്തിക്കാൻ വൈകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു കുറവ് കൂടി നമ്മുടെ സംഘടന വരും കാലങ്ങളിൽ നികത്തും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് എന്തായാലും ഈ സെമിനാറിലേക്ക് കടക്കാം. ആദ്യമായി ഈ സെമിനാറുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് മെഡിക്കൽ കോളേജിലെ അനാട്ടമി വിഭാഗം ഡോക്ടറായ ശ്രീകുമാർ സാറാണ്. ശ്രീകുമാർ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പ്രദീപ് സാറ് ഉണ്ട്, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതിനെ അധ്യക്ഷത വഹിക്കുന്ന വേണു സാറാണ്. വേണു സാറ് ആണ് തുടർന്ന് ഈ സെമിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അധ്യക്ഷനായ വേണു സാറിനെയും ഈ യോഗത്തിലേക്ക്, ഈ സെമിനാറിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും, ഓരോരുത്തരെയും വ്യക്തിപരമായി അറിയാവുന്നവരാണ്. എല്ലാവരെയും ഞാൻ ഈ സെമിനാറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നുണ്ട്. നമുക്ക് സ്വാഗത പ്രാസ്യം പറഞ്ഞ കണക്ക് നിരവധി കാര്യങ്ങൾ നമ്മുടെ പറയുകയുണ്ടായി. ഈ മരണാനന്തരം നമ്മുടെ അഭ്യസ്തവിദ്യരായ നമ്മുടെ കേരളീയർ പോലും ഒരുതരം ആഘോഷമായിട്ടാണ് പലതും ഇവിടെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പത്രങ്ങൾ വായിക്കാൻ കഴിഞ്ഞു, നമ്മുടെ സർക്കാർ ഈ മരണാനന്തരം മരണത്തിന് മുമ്പും അവയവദാനങ്ങൾ മാറ്റിവെക്കുന്നതിനെ കുറിച്ച് ഒരു ടീം ഡോക്ടേഴ്സിനെയും കുറേ ആൾക്കാരെയും പോസ്റ്റ് ചെയ്തു, അതിന് ഫണ്ടും വരുത്തിയെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പൊ എന്തായാലും വളരെയധികം പ്രാധാന്യത്തോടു കൂടി വിദ്യാഭ്യാസ സംഘം പ്രവർത്തകർ വളരെ ഏറ്റവും മുന്തിയ പരിഗണന കൊടുത്ത് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ദീർഘമായിട്ട് ക്ലാസ് എടുക്കുന്നതിനാണ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാട്ടമി വിഭാഗം ജോലി ചെയ്യുന്ന ഡോക്ടർ ശ്രീകുമാർ സാർ, അദ്ദേഹത്തെ ഈ വിശദമായ ഒരു ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. നമസ്കാരം. ഞാനിവിടെ ശരിക്കും അവയവദാനത്തിൻ്റെ മരണാനന്തര ശരീരദാനം ഈ 2 ടോപ്പിക്ക് പറയാനാണ് വന്നിരിക്കുന്നതെങ്കിൽ എൻ്റെ പാരന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അനാട്ടമിയാണ്. ഞങ്ങളവിടെ ശരീരദാനം ആണ് ശരിക്കും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അവയവദാനത്തെക്കുറിച്ച് കുറച്ച് വാക്കുകൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ 2 സെപ്പറേറ്റ് ഇതായിട്ട് പറയാനുള്ള റീസൺ ഒന്നെന്ന് പറയുന്നത്, ശരീരദാനം മരണത്തിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവയവദാനം. ഈ അവയവദാനത്തിലും എല്ലാ അവയവങ്ങളും ദാനം ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റുന്ന അവയവങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ വൃക്കകൾ, കിഡ്നിയാണ് ഏറ്റവും കൂടുതലായിട്ട് ദാനം ചെയ്യുന്ന അവയവം. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം പറയുന്നത് 1.5 ലക്ഷം ആൾക്കാർ കിഡ്നി കിട്ടാനായിട്ട് അതിൻ്റെ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമുള്ള ഒരു ശരീരത്തിലെ അവയവം എന്ന് പറയുന്നത് കിഡ്നീസ് അല്ലെങ്കിൽ വൃക്കകളാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിൽ നമുക്ക് 2 വൃക്കകൾ കാണും. ഇപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഇപ്പം അയാളുടെ ഒരു വൃക്ക ദാനം ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ദാനം ചെയ്യാം. തമാശയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കണ്ടിട്ടുള്ളതാണ്, ഐഫോൺ വാങ്ങിക്കാനായിട്ട് ഒരു വൃക്ക ദാനം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ചെയ്യാം, പക്ഷേ അയാൾ ഹെൽത്തി ആയിരിക്കണം. അപ്പം അത് മാത്രം പോരാ, അത് അയാൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കിഡ്നി റിലേറ്റഡ് ഡിസീസസ് വന്നു കഴിഞ്ഞാൽ അയാളുടെ കാര്യം കുറച്ച് പ്രശ്നത്തിലാവും. 2 വൃക്കകളുള്ള ആൾ അത് കഴിയുന്നത്ര അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ഇപ്പം കഴിക്കുന്ന ആഹാര സാധനങ്ങളായാലും ഇപ്പം ആൽക്കോളിക്സ് ആയിട്ടുള്ള ആൾക്കാർ, അപ്പോൾ ഇവരിലൊക്കെയാണ് കൂടുതലായിട്ട് ഇപ്പം വൃക്ക സംബന്ധമായ രോഗങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇപ്പം നമ്മുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്, ഇപ്പം പലരും തിരക്കിൻ്റെ ഇടയിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ മറന്നു. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക്
റീനൽ സ്റ്റോൺ ഇടയ്ക്ക് പ്രോബ്ലം വരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ മറന്നു പോകുന്നത്. അപ്പോൾ ഇത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷേ ഇത് പലപ്പോഴും പറയുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പിന്നെ വലിയ കാര്യങ്ങളായിട്ട് മാറുന്നത്. അപ്പം വൃക്കയുടെ ആരോഗ്യം നമ്മൾ നല്ലവണ്ണം സംരക്ഷിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു കാര്യം. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള അവയവം എന്ന് പറയുന്നത് വൃക്കകളാണ്. പിന്നെ 2 ഓർഗൻ വേറെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ലങ്സ് ആണ്. അപ്പം ലങ്സും ഈ പറയുന്നത് പോലെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് വേറൊരാൾക്ക് ആവശ്യമെങ്കിൽ ദാനം ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വേറെ എന്ന് പറഞ്ഞാലും നമ്മുടെ കരൾ, ലിവർ. അപ്പം ലിവർ നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു നമുക്ക് പേടിക്കേണ്ടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ലിവർ നമ്മുടെ ഒരു ഭാഗം ദാനം ചെയ്ത് കഴിഞ്ഞാലും അത് വീണ്ടും റീജനറേറ്റ് ചെയ്ത് വരും, വീണ്ടും ലിവർ ഫോം ചെയ്ത് വരും. വേറെ ഒരു ഓർഗനും അങ്ങനെ ശരീരത്തിൽ അവകാശപ്പെടാനായിട്ട് പറ്റത്തില്ല. ലിവറിന് മാത്രമാണ് ആ ഒരു റീജനറേറ്റിംഗ് കപ്പാസിറ്റി ഉള്ളത്. അപ്പം ലിവർ, കിഡ്നീസ് ഇതെല്ലാമാണ് നമ്മൾ ജീവിച്ചിരിക്കാൻ നേരത്തെ വേണമെങ്കിൽ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ലങ്സ് പക്ഷേ ഹാർട്ട് പറ്റത്തില്ല. എല്ലാവർക്കും അറിയുന്ന ഒരു ഹാർട്ടേ ഉള്ളൂ നമുക്കെല്ലാം. ജീവിച്ചിരിക്കാൻ നേരത്തെ ഡൊണേറ്റ് ചെയ്താൽ എന്ത് പറ്റും? നമ്മൾ മരിച്ചു അല്ലേ? അപ്പോൾ അതുകൊണ്ട് ജീവിച്ചിരിക്കാൻ നേരത്തെ പറ്റത്തില്ല. മരണശേഷം മാത്രം ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓർഗനാണ് ഹാർട്ട്. പിന്നെ ആധുനിക ശാസ്ത്രത്തിന് പോലും ഇതുവരെ ബ്രെയിൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം ഒരാളുടെ ചിന്തകളും അയാളുടെ വ്യക്തിത്വവും എല്ലാം യൂണീക്കാണ്. അപ്പം വേറൊരാൾക്ക് ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് സക്സസ് ആയാൽ പോലും അയാൾ നേരത്തെ ജീവിച്ചിരുന്ന ആളായിരിക്കും. ഒരിക്കലും പുതിയ ഒരാളിൻ്റെ ശരീരത്തിലേക്ക് അയാളുടെ ചിന്തകളും വ്യക്തിത്വവും കയറി വരാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പോഴും ശാസ്ത്രത്തിന് പിടികിട്ടാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ബ്രെയിൻ ട്രാൻസ്പ്ലാന്റേഷൻ. ബ്രെയിൻ ഇതുവരെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടില്ല. അപ്പം ഈ ഓർഗൻസ് അല്ലാതെ തന്നെ നമ്മുടെ ഇൻറ്റസ്റ്റൈൻസ് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാമാണ് ഈ ഓർഗൻസിൽ വരുന്ന. പാൻക്രിയാസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഇതെല്ലാമാണ് ഓർഗൻസിൽ വരുന്നത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അപ്പം ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ് എന്നാണ് പറയുന്നത്. ടിഷ്യൂസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും കോമൺ ആയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതാണ് കോർണിയ. നമ്മുടെ കണ്ണിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ. കണ്ണിൻ്റെ അവയവദാനം എന്ന് പറയുന്നെങ്കിലും അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള നേരത്തെ പടലം കോർണിയ മാത്രമാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കോർണിയ എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമല്ല ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ മുമ്പ് ഇതേപോലെ ഗാന്ധി സ്മാരക സമിതിയുടെ ഒരു അതിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അന്ന് ഈ കണ്ണിൻ്റെ അവയവദാനത്തിൻ്റെ ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു എക്സ്പെർട്ടായിട്ടുള്ള ഒരാൾ പറഞ്ഞത് ഒരു കണ്ണ് 4 ആൾക്കാർക്ക് ദാനം ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ അവർ കോർണിയെ പല പീസായിട്ട് കട്ട് ചെയ്തിട്ട് ആ വിഷൻ കറക്റ്റിന് വരുന്ന ആ ഒരു ഫീൽഡിൽ ജീവിച്ചിരിക്കുന്ന ആളിൻ്റെ കോർണിയയിൽ ആ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടാണ് അവർ മൈക്രോ സർജറി ചെയ്യുന്നത്. അപ്പം അവയവദാനം എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ എന്നാണ് നമ്മൾ കോർണിയയുടെ കാര്യം പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അവയവദാനം, ഏറ്റവും സക്സസ്ഫുൾ റേറ്റുള്ള അവയവദാനവും കോർണിയയാണ്. അപ്പം അതിൻ്റെ റീസൺ പറയുന്നത് കോർണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ ഒരു റിവാസ്കുലാർ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ബ്ലഡ് വെസൽസ് ഇല്ല. ബ്ലഡ് വെസൽസ് ഉണ്ട് എവിടെയെന്ന് വെച്ചാൽ അതിൻ്റെ ചുറ്റുമുള്ള ഭാഗത്താണ് വരുന്നത്. ഇപ്പോൾ കോർണിയയിൽ അതിനകത്ത് ബ്ലഡ് വെസൽസ് ഇല്ല. ബ്ലഡ് വെസൽസ് ഉള്ളിടത്ത് അതിനകത്ത് ബ്ലഡ് ഉണ്ട്. ബ്ലഡിനകത്ത് നമ്മൾ ഫോറിൻ ആയിട്ട് വരുന്ന ആൻറ്റിജൻസിന് എഗെയിൻസ്റ്റ് ആക്ട് ചെയ്യുന്ന ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ വേറൊരാളുടെ ശരീരത്തിലേക്ക് ഇപ്പോൾ എൻ്റെ കോർണിയ വെക്കുകയാണെങ്കിൽ എൻ്റെ കോർണിയ അതിൽ ബ്ലഡ് വെസൽസ് ഉണ്ടെങ്കിൽ അയാളുടെ സ്വീകരിക്കുന്ന ആളിൻ്റെ ആൻറ്റിബോഡീസ് എൻ്റെ ഇതിനെ ആൻറ്റിജനായിട്ട് കണ്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താലും പേടിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിജക്ഷനാണ്. ട്രാൻസ്പ്ലാന്റേഷൻ റിജക്ഷൻ അത് സംഭവിക്കുന്നത് ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് സ്വീകരിക്കുന്ന ടിഷ്യൂസിനെ നമ്മൾ ആൻറ്റിജൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിലുള്ള ആൻറ്റിബോഡി അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. കോർണിയയിൽ ബ്ലഡ് വെസൽസ് ഇല്ലാത്തതുകൊണ്ട് കോർണിയ ഏതൊരാൾക്കും ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഏത് ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആൾക്ക് വേണമെങ്കിലും, മെയിലാവട്ടെ ഫീമെയിലാവട്ടെ, ഏതൊരാൾക്ക് വേണമെങ്കിലും നമുക്ക് കോർണിയ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. അതുപോലെ ഒരു ടിഷ്യൂ നമുക്കിതുപോലെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഏത് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ അതിൻ്റെ റിജക്ഷൻ കറക്റ്റായിട്ടുള്ള ബ്ലഡ് മാച്ചിങ്ങും എല്ലാം നോക്കിയിട്ട് അവർക്ക്
ഈ ട്രാൻസ്പ്ലാന്റേഷൻ റിജക്ഷൻ വരുന്ന അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ മരുന്നുകളും കൂടെ കൊടുത്താണ് ഇത് സർവൈവ്. പ്രത്യേകിച്ച് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോഴത്തേക്കും റിജക്ഷൻ വരുന്ന ഒരുപാട് ചാൻസുകളുണ്ട്. അപ്പോൾ ഇതിനെതിരെയുള്ള ഡ്രഗ്സുകൾ കുറേ കാലം ഇവർ കഴിച്ചാണ് ആ റിജക്ഷന് പ്രിവെൻറ്റ് ചെയ്തത്. എന്നാൽ പോലും ചിലപ്പം റിജക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഓർഗൻസ് കുറേ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്. ടിഷ്യൂസിൽ ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതലായിട്ട് കോർണിയാണ്. പിന്നെ എല്ലാ സ്കിൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. സ്കിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ബേൺസ് വരുന്ന ആൾക്കാരിൽ, പിന്നെ ചില സമയത്ത് കിടക്കുന്ന ഈ ആസിഡ് ആൾക്കാരുടെ ദേഹത്ത് ഒഴിക്കുന്നത്. അപ്പം അങ്ങനത്തെ സമയത്ത് ബേൺസ് വരുന്ന സമയത്ത് ഇതെല്ലാം ഈ സമയത്തെല്ലാം നമുക്ക് സ്കിൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. പിന്നെ അതുപോലെ ബോൺ, നമ്മുടെ എല്ല് വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം വേറൊരാളിലോട്ട്. അപ്പം ഇതെല്ലാമാണ് നമ്മുടെ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിൽ വരുന്ന കാര്യങ്ങൾ. അപ്പം ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനും ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷനും ഇത് രണ്ടും അണ്ടർ ദ കൺട്രോൾ ഓഫ് നമ്മുടെ കേരളത്തിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, നാഷണൽ ലെവലിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. കേരളത്തിൽ അതിൻ്റെ പേര് KSOTO എന്നാണ്. നമ്മൾ അശോക് ഘട്ട എന്ന് പറഞ്ഞിട്ട് അക്കുസോട്ട എന്ന് പറഞ്ഞ പഴയ ഒരു മോഹൻലാലിൻ്റെ സിനിമയിൽ AR റഹ്മാൻ ആദ്യമായിട്ട് മ്യൂസിക് എടുത്ത മലയാള ഫിലിം. അപ്പോൾ അതിൽ വിളിക്കുന്നതല്ല, KSOTO, കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ഓർഗനൈസേഷൻ എന്നാണ് അതിൻ്റെ പേര്, KSOTO. അപ്പോൾ KSOTO നമ്മുടെ എല്ലാവർക്കും അറിയുന്നതല്ല, ഈ മൃതസഞ്ജീവിനി അത് ഇവരുടെ ഇതിൽ അണ്ടറിലാണ് വരുന്നത് KSOTO. അപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഒരാൾക്ക് ഓർഗൻ ഡൊണേറ്റ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഡൊണേറ്റ് ചെയ്യാനുള്ള ഒരു ഫോമും കാര്യങ്ങളും ഉണ്ട്, ഫോം 7 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ വോട്ടിംഗ് ഏജ് പോലെ 18 വയസ്സിന് താഴെയുള്ളവർക്ക് പറ്റത്തില്ല. അപ്പം KSOTO എന്ന് പറയുന്നത് കേരളത്തിലെ മാത്രം ഒരു ഓർഗനൈസേഷനാണ്. അത് നാഷണൽ ലെവലിലുണ്ട്. നോട്ടോ എന്ന് പറഞ്ഞിട്ടാണ് നാഷണൽ, ബാക്കിയെല്ലാം സെയിം ആണ്, ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഇങ്ങനെ രണ്ട് ഓർഗനൈസേഷൻസ് ആണ് സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഉള്ളത്. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇമ്മീഡിയറ്റ് കിന്നെന്നും പറയും, നമുക്ക് ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ആൾക്കാർ, അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വൈഫ്, മക്കൾ, അപ്പോൾ ഇവരിലേക്ക് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അങ്ങനെ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് വേണം, നമുക്ക് ആദ്യം കൊടുക്കാം, അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഓർഗൻ ആൻഡ് ടിഷ്യൂ ഡൊണേഷനിൽ വരുന്ന കാര്യങ്ങൾ. എനിക്ക് ഒരുപാട് ഡീറ്റെയിൽ ഇതിനെ കുറിച്ച് പറയാൻ അറിയത്തില്ല. ഞാൻ ആ ഒരു ടോപ്പിക് ഉള്ളതുകൊണ്ട് ഞാൻ അത് നോക്കിയിട്ട് വന്നതാണ്. പിന്നെ രണ്ടാമത് എൻ്റെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ മരണാനന്തരമായിട്ടുള്ള ബോഡി ഡൊണേഷനാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആക്റ്റുകളുണ്ട്, അതിൻ്റെ കീഴിലാണ് നമ്മുടെ എല്ലാ ഡൊണേഷൻ പ്രോഗ്രാംസ് എല്ലാം വരുന്നത്. അപ്പോൾ നമ്മൾ കേരള അനാട്ടമി ആക്ട് എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്. ഓരോ സ്റ്റേറ്റിനും അതിൻ്റേതായിട്ടുള്ള ഈ ബോഡി ഡൊണേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ട് ഉണ്ട്. നമ്മൾ ഏത് സ്റ്റേറ്റിൻ്റെ പേരാണോ അത് വെച്ചിട്ട് അനാട്ടമി ആക്ട് എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ആദ്യം ഇത് 1852 ആ ഒരു സമയത്ത് ബ്രിട്ടീഷ് അനാട്ടമി ആക്ട് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഈ ഇത് വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് എന്താണ് സംഭവിച്ചിരുന്നതെന്ന് വെച്ചാൽ ഈ ബോഡി കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇതിൻ്റെ സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർ ഇവരിത് മോഷ്ടിച്ചിട്ടുണ്ട്. വന്ന് രാത്രിയൊക്കെ വന്ന് കുഴിച്ചെടുത്തിട്ട് ഉള്ളേ. ഞാനൊന്ന് പറഞ്ഞ് നിർത്തിയിട്ട് നമുക്ക് അതിലോട്ട് കിടക്കാം. അതെ അതെ, ഞാനിപ്പോൾ സംശയം മാറ്റാതെന്നാലും എൻ്റെ പറയാനുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ സംസാരിക്കാം. അപ്പൊ നമ്മൾ ഈ ആക്ടിൽ വന്നിട്ട് 1852 ആദ്യം ബ്രിട്ടീഷ് അനാട്ടമി ആക്ട് എന്ന് പറഞ്ഞിട്ട് അത് വന്നിട്ടാണ് ഈ ബോഡി കുഴിച്ചിടുന്നിടത്ത് നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് തടയാനായിട്ട് ആദ്യം കൊണ്ടുവന്ന ആക്ട്. അതിനുശേഷം ഇന്ത്യയിൽ 1949 1949 നമ്മൾ ബോംബെ അനാട്ടമി ആക്ട് എന്നും പറഞ്ഞിട്ട് മഹാരാഷ്ട്ര ഗവൺമെന്റാണ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. പിന്നെ അതിന്റെ ചുവടുപിടിച്ച് ഒരുപാട് ഇതിന്റെ മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ കേരളത്തിൽ ഇപ്പോൾ കേരള അനാട്ടമി ആക്ട് എന്നും പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ബോഡി ഡൊണേറ്റ് ചെയ്യുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കാനായിട്ട് ഇപ്പം ഒരു ഗ്രേറ്റ് ഒരാൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു നല്ല ഫിസിഷ്യൻ ആവണമെങ്കിൽ, നല്ലൊരു ഡോക്ടർ ആവണമെങ്കിൽ
അനാട്ടമി നല്ലോണം അറിഞ്ഞിരിക്കണം എന്നുള്ളത്. ഇപ്പം സർജറി ചെയ്യാത്തൊരു ഡോക്ടറാവട്ടെ, സർജറി ചെയ്യുന്ന ഡോക്ടറാവട്ടെ, രണ്ടുപേർക്കും അനാട്ടമി നല്ല ഡീറ്റെയിൽ ആയിട്ട് അറിയാമെങ്കിൽ മാത്രമേ, എന്നുവെച്ചാൽ നമ്മളൊരു എക്സ്റേ കണ്ണു വെച്ചിട്ട് സൂപ്പർമാനെയൊക്കെ പോലെ എക്സ്റേ കണ്ണു വെച്ച് നോക്കുന്ന പോലെയാണ് നോക്കുമ്പോഴത്തേക്കും ശരീരത്തിന്റെ ഓരോ പാർട്ടിലും അതിനകത്ത് ഏതൊക്കെ അവയവമാണ് വരുന്നത്. ഇപ്പം ഒന്നിന്റെ പിറകെ വേറെ അവയവങ്ങൾ കാണും, എൻ്റെ ഇടതുവശത്തെ അവയവങ്ങൾ കാണും, വലതുവശത്ത് പ്രത്യേകിച്ച് വയറിലൊക്കെ കയറുമ്പോഴത്തേക്കും. അപ്പം അബ്ഡോമൻ, അപ്പം ഇവിടെയെല്ലാം ഇതെല്ലാം കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു വേദനയായിട്ട് ഒരു പേഷ്യന്റ് വരുമ്പോഴത്തേക്കും അത് ഏത് അവയവത്തിലായിരിക്കാം, അപ്പൊ ഏത് അവയവത്തിലാവാം എന്നുള്ളത് കൺഫേം ചെയ്യുന്നത് ബാക്കി കാര്യങ്ങൾ ചോദിച്ചിട്ടാണ്. ഇപ്പം ഛർദില് അല്ലെങ്കിൽ വയറിളക്കം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇൻറ്റസ്റ്റൈൻ റിലേറ്റഡ് ആയിരിക്കും. ഇപ്പം ചുമ ഭയങ്കര, ഇപ്പം പനി, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റെസ്പിറേറ്ററി പ്രോബ്ലം ആയിരിക്കും. നമ്മൾ ഹിസ്റ്ററി ചോദിക്കും, എന്തെങ്കിലും കുറെ അധ്വാനിക്കുമ്പോൾ വേദനയൊക്കെ വരുന്നുണ്ടോ, ചെസ്റ്റ് പെയിൻ. അപ്പൊ അങ്ങനെ റിലേറ്റഡ് വരുന്നത് നമ്മുടെ ഹാർട്ട് കൂടുതൽ എക്സസൈസ് ആ ഒരു ഇത് മൂവ്മെന്റ് വരുമ്പോഴാണ് പർട്ടിക്കുലർ പെയിൻ റിലേറ്റഡ് ആയിരുന്നു. അപ്പൊ അത് റിലേറ്റഡ് വെച്ചിട്ട് നമ്മൾ അവയവം ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യും. പിന്നെ അതിന്റെ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് നമ്മളത് കൺഫേം ചെയ്തിട്ട് പിന്നെ അവസാനമാണ് ട്രീറ്റ്മെന്റ് പാർട്ടിലോട്ട് വരുന്നത്. അപ്പം അനാട്ടമി അറിയുക എന്നുള്ളത് ഓരോ മെഡിക്കൽ സ്റ്റുഡൻറ്റിനും വളരെ അത്യാവശ്യമാണ്. അപ്പം ഫസ്റ്റ് ഇയറിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ ആ ഡിപ്പാർട്ട്മെന്റാണ്, അനാട്ടമി ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ശരീരത്തിൽ MBBS സ്റ്റുഡൻസിനാണ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ബോഡി പാർട്ടും ശരീരത്തിൽ നമ്മൾ ഓരോരോ പണ്ട് സിസ്റ്റമിക് അനാട്ടമി എന്ന് പറഞ്ഞിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. അനാട്ടമി നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ റെസ്പിറേറ്ററി സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, CNS, GIT, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സിസ്റ്റമായിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ അത് ആയിരുന്നു ആദ്യം അനാട്ടമി ടെക്സ്റ്റ് ബുക്കുകളിൽ ഫോളോ ചെയ്തിരുന്നത്. ഇപ്പം വന്നിട്ട് റീജിയണൽ അനാട്ടമി എന്ന് പറഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം വരുമ്പോൾ കൈ മൊത്തം പഠിക്കും, അപ്പർ ലിംബ്, പിന്നെ കാല് മൊത്തം ലോവർ ലിംബ്, പിന്നെ നമ്മളെ തൊറാക്സ്, ഹാർട്ടും ലങ്സും ഇരിക്കുന്ന സ്ഥലം, പിന്നെ അബ്ഡോമൻ മൊത്തം പഠിക്കും, അബ്ഡോമനകത്ത് എന്തൊക്കെ വിസറയുണ്ട്, പിന്നെ ഹെഡ് ആൻഡ് നെക്ക് എന്ന് പറഞ്ഞിട്ട് ബ്രെയിനും സ്പൈനൽ കോഡ്, ബാക്കി നെർവ്സ് എല്ലാം പഠിക്കും. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഒരു MBBS സ്റ്റുഡന്റിന് ശരീരത്തിന്റെ ഏത് പാർട്ടിലെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലും അത് ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഈ BDS സ്റ്റുഡൻസ് ഹെഡ് ആൻഡ് നെക്ക് പഠിക്കുന്നുണ്ട്, ഹെഡ് ആൻഡ് നെക്കിന്റെ ഡിസെക്ഷൻ പഠിക്കുന്നുണ്ട്. പിന്നെ ബാക്കി കുറേ നമുക്ക് പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്, നഴ്സിംഗ്, BSc MLT, റേഡിയോതെറാപ്പി, ഡയാലിസിസ്. ഇപ്പം ഓരോ വർഷം പുതിയ കോഴ്സുകൾ ഇങ്ങനെ നമ്മൾ ചേർന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇവരെല്ലാം വന്നിട്ട് ഫസ്റ്റ് ഇയറിൽ ഒരു ബേസിക് ആയിട്ട് അനാട്ടമി പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഇവർക്കാർക്കും ഡിസെക്ഷൻ പ്രൊസീജിയേഴ്സ് ഇല്ല. ഇവർക്ക് നമ്മൾ ഓൾറെഡി ഡിസെക്റ്റഡ് സ്പെസിമെൻ വെച്ചിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ അവരുടെ കരിക്കുലത്തിൽ പ്രാക്ടിക്കൽ സൈഡ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ തിയറി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവയവങ്ങളും കൂടെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പം ഡിസെക്ഷനാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ അതിനകത്ത് നമ്മുടെ മ്യൂസിയം ഉണ്ട്, അനാട്ടമി മ്യൂസിയം. അപ്പൊ അനാട്ടമി മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ അവിടെ വരാറുണ്ട്. അപ്പൊ അവിടെ വന്നിട്ട് മ്യൂസിയം കാണാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഇപ്പൊ മിക്ക സ്കൂളുകളിൽ അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളിലും എക്സിബിഷൻസ് നടക്കാറുണ്ട്. അപ്പൊ എക്സിബിഷന്റെ കൂടെ നമ്മൾ ഈ ബോഡി സ്പെസിമെൻസ് കൊണ്ടുപോയിട്ട് ഇപ്പൊ ഹാർട്ട്, ലങ്സ്, ലിവർ, കിഡ്നി, ബ്രെയിൻ എല്ലാം ഹോൾ ബോഡി കൊണ്ടുപോകത്തില്ല, ഇങ്ങനെ പല അവയവങ്ങൾ കൊണ്ടുപോയി അവിടെയുള്ള വരുന്ന കുട്ടികൾക്കും കാണാനെത്തുന്ന പാരൻസ്, ബാക്കി നാട്ടുകാർക്കെല്ലാം അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ തന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്കൂളിലെ ടീച്ചേഴ്സിന് ചെറിയൊരു ക്ലാസ് കഴിഞ്ഞിട്ടാണ് അവർ വിടുന്നത്. അപ്പോൾ അവർ വന്നിട്ടാണ്, നമുക്ക് പോകാൻ പറ്റത്തില്ല, കാര്യം നമുക്ക് ഇവിടെ 10-12 കോഴ്സുകളുണ്ട്. അപ്പം അത് പഠിപ്പിച്ചു തീർക്കാനുള്ള ആൾ തന്നെ ഇപ്പം ചെറിയ ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഭാഗം. ഇനി അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ഹ്യൂമൻ ബോഡി ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ റിസർച്ച് പർപ്പസാണ്. അപ്പം നമ്മൾ തന്നെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും വേരിയേഷൻസ് എന്ന് പറയാം, നമ്മളൊരു സാധാരണ കാണുന്നതിന് വ്യത്യാസമായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കിഡ്നി എടുത്തു കഴിഞ്ഞാൽ തന്നെ ചിലപ്പം കിഡ്നിയുടെ അടുത്ത് വേറൊരു അസസറി കിഡ്നി എന്നും പറഞ്ഞിട്ട് വേറെ വരാം. ഇപ്പം ലിവർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു ഓർഗനാണ്, അപ്പം അതിനെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിരിക്കാം. അപ്പം ഇങ്ങനത്തെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് കൂടുതൽ സയന്റിഫിക് ആയിട്ട് ഇപ്പം എല്ലായിടത്തും എല്ലാ ഡോക്ടേഴ്സ് എല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിൽ അതിൻ്റെ റിലേറ്റഡ് സ്റ്റഡി നടത്തിയിട്ട് അത് ജേണലുകളിൽ പബ്ലിഷ് ചെയ്യുകയും അത് ലോകത്തുള്ള എല്ലാ ആ റിലേറ്റഡ് സബ്ജക്റ്റ് നോക്കുന്നവർക്കുള്ള അറിവായിട്ട് അങ്ങനെയും പകരാറുണ്ട്. അപ്പം ഇങ്ങനെ പല ആയിട്ടാണ് നമ്മൾ ഒരു ഡൊണേറ്റഡ് ബോഡി എടുക്കുന്നത്. അപ്പം ഒരു സ്റ്റുഡൻറ്റ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ കോളേജിൽ വരുന്നത് MBBS 250 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് 1000 കൂടുതൽ പേഷ്യൻറ്റിനെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പം
നോക്കുമെന്നാണ് ഒരു കണക്കുള്ളത്. അപ്പം അത് വെച്ചിട്ട് 25 ഇൻറ്റു ആ ഒരു 1000 നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്രമാത്രം 250 ഇൻറ്റു 1000 നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം ആൾക്കാർക്കാണ് ഈ ഒരു ബോഡി ഡൊണേഷനിലൂടെ ഒരു ഡോക്ടർ ആവുന്ന ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സന്ദേശം. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അവയവദാനം മഹത്തരമാണ്. അവയവദാനം എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഈ പറയുന്നത് പോലെ ഒരു സഹായം കിട്ടുന്നത്. പക്ഷെ ബോഡി ഡൊണേഷൻ എന്ന് പറയുന്നത് ഒരു ഡോക്ടറെയാണ് നിങ്ങൾ അതിലൂടെ സൃഷ്ടിക്കുന്നത്. ഒരു കോളേജ് എടുക്കുമ്പോഴത്തേക്കും 100 to 250 സ്റ്റുഡൻസിന് പല നമ്പറിലുള്ള കോളേജുകളുണ്ട്. അപ്പം അത്രയും ഡോക്ടേഴ്സ് ഇത് പഠിച്ചിട്ട് വരികയും അത് ഇത്രയും സമൂഹത്തിന് ഭയങ്കര ഒരു മുതൽക്കൂട്ടാവുകയാണ് ചെയ്യുന്നത് ഈ ബോഡി ഡൊണേഷൻ. ഓക്കെ, അപ്പം ബോഡി ഡൊണേഷൻ നമ്മൾ സ്വീകരിക്കാത്ത ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പം അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ HIV അസുഖമുള്ള ആൾക്കാർ, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ആണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പം വൈറൽ ഡിസീസസ് ആണ്. പിന്നെ അതുപോലെ ഇപ്പം ഈയിടെയായിട്ട് ഈവൻ ഫോർ ഓർഗൻ ഡൊണേഷന് പോലും വൈറൽ സ്ക്രീനിങ് നടത്തും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പട്ടികളുടെ എണ്ണം വളരെയധികം കൂടിയുണ്ട്. റാബീസ് ഇപ്പം വരുന്നുണ്ട്. റാബീസ് ചിലരിൽ ഡോർമെൻ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും സ്വീകരിച്ച ചിലപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത്. അപ്പോൾ അതും ഒരു സ്ക്രീനിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു വൈറസാണ്. എല്ലാ വൈറസും നമ്മൾ സ്ക്രീൻ ചെയ്തിട്ടാണ് ഓർഗൻ ഡൊണേഷനും ബോഡി ഡൊണേഷനും ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ നമ്മൾ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴത്തേക്കും മസ്റ്റായിട്ട് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അതിന് മാത്രമല്ല, അൺനാച്ചുറൽ ഡെത്ത്, ഇപ്പം സൂയിസൈഡ്, മർഡർ കേസ്, അപ്പം ഇതെല്ലാം വരുമ്പം പോസ്റ്റ്മോർട്ടം അവർ ചെയ്യുമ്പോഴത്തേക്കും ബോഡി ഓപ്പൺ ചെയ്തിട്ട് എല്ലാ വിസറയും അവർ പുറത്തെടുക്കും. എന്നിട്ട് പല ടെസ്റ്റുകളൊക്കെ ആയിട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കൂടി ഇപ്പം നമുക്ക് പഠന ആവശ്യത്തിന് എടുക്കാൻ പറ്റത്തില്ല. കാര്യം അതിനകത്ത് വേറെ അവയവങ്ങളൊന്നും കാണത്തില്ല. അപ്പം ഈ അസുഖങ്ങൾ പറഞ്ഞ വൈറൽ ഡിസീസസ് ഉള്ള ആൾക്കാർ, പിന്നെ ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ആൾക്കാർ, ഇങ്ങനെയുള്ളവരാണ് നമ്മളിപ്പം പ്രധാനമായിട്ടും എടുക്കാറുള്ളത്. അല്ലാതെ ഹെൽത്തി ആയിട്ടുള്ള ഈവൻ അസുഖമുള്ള ആൾക്കാരല്ല, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇതൊന്നും എടുക്കുന്നതിനൊരു തടസ്സമല്ല. അപ്പോൾ ഇത് നമ്മൾ ബോഡി ഡൊണേഷൻ ചെയ്യുന്നതിന് സാറ് നേരത്തെ ചോദിച്ച ചോദ്യം അതുപോലെ അങ്ങ് പോകാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനാണ് ഇത് ലെറ്റർ ഫോർവേഡ് ചെയ്യുന്നത്. ആ സമയത്തുള്ള ആൾക്കാരുടെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് സാർ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ സ്ഥാപനമാണെങ്കിൽ എന്താണ് ഇപ്പം എല്ലായിടത്തും അല്ലേ, ചിലയിടത്ത് ഈ പറയുന്ന പോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ സ്റ്റാഫും നല്ലതാണോ ഇല്ല. ചിലയിടത്ത് ഇപ്പം ഞങ്ങളുടെ തന്നെ മെഡിക്കൽ ഓഫീസിൽ 1-2 സ്റ്റാഫുണ്ട്. ചില പേപ്പേഴ്സ് ഇട്ടാൽ നമുക്ക് ഭയങ്കര പാടാണ്. നമ്മൾ ബാക്കി കൂടെ ഇരിക്കുന്നവരുടെ പറഞ്ഞിട്ടാണ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബോഡി ഡൊണേറ്റ് ചെയ്യുന്നത് നേരത്തെ ഒരു നടപടിക്രമങ്ങളെല്ലാം ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണ് ആദ്യം പറഞ്ഞ കാര്യം. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ നമ്മുടെ നേരെ നമ്മുടെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് വരേണ്ടത്. കോളേജിൽ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ സാറിന് അതിനകത്ത് ഫോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. ബോഡി ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾക്കാണ് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അയാൾ നിൽക്കുന്ന സ്ഥലത്ത്, ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ നിൽക്കുന്ന സ്ഥലത്ത് അയാളുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ആരാണോ ഉള്ളത്, ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ആയാൽ പോലും അവർ ലാസ്റ്റ് മിനിറ്റിൽ മരിച്ചു കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കിത് കൈപ്പറ്റാൻ പറ്റത്തുള്ളൂ. പണ്ടത്തെ കാലത്ത് പോയി എടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പം അത് ഒരു സമയത്ത് ചില ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് സമ്മതിക്കത്തില്ല. അപ്പം അവിടെ ഒരു വാക്ക് തർക്കം വരികയും ഈ പറയുന്ന പോലെ നമ്മൾ പുറത്തുനിന്നുള്ള ആളാണ്, അപ്പം മിക്കവാറും അടികൊള്ളാനുള്ള ചാൻസ് വരും. അന്നങ്ങനെ കണ്ടതിന് ശേഷം അത് നിർത്തിയതാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പം നമ്മൾ കമ്പൽസറി ആയിട്ട് പറയുന്നത് ആരാണോ വരുന്നത് അവരുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് തന്നെ ബോഡി അവിടെ കൊണ്ടുവരണം എന്നുള്ള ഇതാണ് പറയുന്നത്. എന്നാൽ പോലും ചിലർക്ക് ഇതുപോലെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സോ ഡിസ്റ്റന്റ് റിലേറ്റീവ്സോ ഇല്ല എങ്കിൽ അവർക്ക് അവിടെയുള്ള ഈ പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും മെമ്പർ ആരെങ്കിലും അല്ലെങ്കിൽ റിലേറ്റഡ് പോലീസ് സ്റ്റേഷനിലുള്ള സീനിയർ ആയിട്ടുള്ള ആരുടെയെങ്കിലും അവരുടെ ഒരു സാക്ഷ്യപത്രവും കൂടെ ആയിട്ട് നമ്മുടെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ഫോമുണ്ട്, അതെങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനുണ്ട്. അവിടെ നമ്മൾ 3 സ്റ്റാഫിനെ അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, ഡോക്ടേഴ്സ് ആണ്. അപ്പോൾ അവർ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഒരു 200 രൂപ ഇപ്പം വന്നിട്ട് എല്ലാം നമ്മുടെ മുദ്രപത്രത്തിൻ്റെ മറ്റേ ഈ പത്രമാണ്
അപ്പോൾ ഇതെല്ലാം എവിടെയാണോ കിട്ടുന്നത് അവിടെ നിന്ന് നമ്മൾ ഈ ഫോർമാറ്റ് കൊണ്ടുപോയി ഫില്ല് ചെയ്ത് ആണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിൽ സൈൻ ചെയ്യേണ്ട ആൾക്കാർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ആണ്, മക്കള് അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റേഴ്സ് ആരാണോ, അപ്പോൾ അവരാണ് ഏറ്റവും നല്ലത്. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരുമില്ലെങ്കിൽ ആ രീതിയിലുള്ള ഇതും ചെയ്യാനുള്ളത്. അപ്പം അങ്ങനെ സൈൻ ചെയ്താണ് ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ ID കാർഡ്, ആധാർ തന്നെയാണ് മെയിൻ നോക്കുന്നത്, അല്ലെങ്കിൽ വോട്ടേഴ്സ് ID, പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അതിൻ്റെതായാലും മതി. അപ്പോൾ ഇതിൻ്റെ കൊണ്ടുവരാൻ 3 ഫോട്ടോസ് വേണം. 3 ഫോട്ടോസ്. അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു രജിസ്റ്റർ ഉണ്ട്. അപ്പോൾ അതിൽ ഫില്ല് ചെയ്യുകയും അതിൽ പേസ്റ്റ് ചെയ്യാനും, പിന്നെ ഒരെണ്ണം നിങ്ങൾക്ക് അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് നിങ്ങൾക്ക് തരും, അതിൽ പേസ്റ്റ് ചെയ്ത് തരും. പിന്നെ വേറൊരെണ്ണം ഒരു സർട്ടിഫിക്കറ്റ് തരും. ഇപ്പം റീസെൻ്റായിട്ട് തുടങ്ങിയ ഒരു ഇതാണ്, 2-3 വർഷമായി. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഹാർഡ് ബോൺ പേപ്പറാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച് ഇത് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ ഫ്രണ്ടിൽ വേണമെങ്കിൽ, വീടിൻ്റെ ഫ്രണ്ട് മീൻസ് നമ്മൾ വരാന്തയിൽ നമുക്കിത് വേണമെങ്കിൽ ഇത് എക്സിബിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ എന്താ പറയുക പാരൻസോ അല്ലെങ്കിൽ മക്കളോ ബ്രദർ സിസ്റ്റർ മാത്രമല്ല ആര് വരികയാണെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. കാര്യം പെട്ടെന്ന് നമ്മൾ വഴിയിലെല്ലാം തലവേദന കിടക്കുമ്പം നിങ്ങൾ ഡിസ്റ്റന്റ് റിലേറ്റീവ് ആരെയും കണ്ടിട്ട് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പം ആർക്കും ആണെങ്കിലും ഇത് അറിഞ്ഞിരിക്കാനായിട്ടാണ്, മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും.